സുരേഷേട്ടാ നോക്കണത് നോക്കണം വഴുത് നോക്കണം. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് മക്കൂട്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് പണി ഇവിടെ തന്നെയാണ്. ആ വീട്ടിലാണ് പണി മതി. അവിടെ ഒരു ആട്ടും കൂടി കെട്ടാണ്ട് അതെങ്ങനെ കെട്ടേണ്ട എന്തെങ്കിലും സാധനം വേണം നോക്കുക. അപ്പോൾ ആട്ടും കൂടി കെട്ടേണ്ട വീടാണ് ഇത്രയും സ്ഥലത്ത്. അപ്പോൾ വീടാണ് കാണിച്ചാൽ നമുക്ക് ആട്ടും കൂടി വിടാൻ അവർ പെണ്ണുങ്ങില്ല ആൾ കിട്ടും. അപ്പോൾ ഈ കഴുകൊന്ന് കളയാതെ കിട്ടാൻ മതി. അപ്പോൾ ആ കല്ല് മാറ്റി ഈ പൈപ്പിന് വെക്കാതെ ഇത് കയറി വിൽക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെ മരത്തിൻ്റെ കുറ്റി 4 കുറ്റി ഇട്ടിട്ട് അതിലേക്ക് ഇതാക്കണമെന്ന് പറയും. വരി കെട്ടാം, നമുക്ക് പണി വെക്കാം. നമുക്ക് കാട്ടും കൂടി കെട്ടണ തന്നെ ഈ ഒരു കഴുക് വേണം. ആ കഴുകിയും മുറിക്കാം. നമുക്ക് താഴെ നമുക്ക് ഒരു മാവിൻ്റെ കുറ്റിയുണ്ട്, അത് മുറിക്കാം. പിന്നെ പ്ലാവിൻ്റെ കൊമ്പിൽ നിന്ന് ഒരു തൂണ് കിട്ടും നോക്കാം. നമുക്ക് എല്ലാം കൂടി നമുക്ക് ഒരു 2-3 തൂണ് കിട്ടുമായിരുന്നു. നമുക്ക് ഈ കഴുകാൻ മുറിക്കാം. അപ്പോൾ കഴുക് മുറിക്കുമ്പോൾ ഈ കമ്പെല്ലാം തേച്ച് നടക്കാം. ഇത് പറ്റില്ലെങ്കിൽ കഴുകിന് ലൈൻ്റെ മുകളിൽ പോകാൻ സാധ്യത. അതൊക്കെ മുറിച്ചാൽ മാത്രം മതി. കമ്പ് അതിന് കഴുകി കയറിട്ട് ഇങ്ങോട്ട് വിളിക്കണം. നല്ല അങ്ങോട്ട് പോയെങ്കിൽ ലൈൻ്റെ മുകളിൽ പിന്നെ പണിയാവും. വീട് കെട്ടണോത്തിര മുറ്റം കെട്ടണോത്തിര ഓമ്പിലാവത്ത് നല്ല ഫോട്ടോ എടുക്കലേ. അത് പകുതി നോക്കണം. സുരേഷേട്ടാ നോക്കണത് നോക്കണം വഴുത് നോക്കണം. ടൈറ്റ് ആയിക്കോട്ടാ. അത് മതി, ആടെ കെട്ടിയാൽ മതി. ടൈറ്റ് ആയില്ലേ? ആയി, ഓക്കെ. പോയി നോക്കണേ അവിടെ താഴെ. കയറി കിട്ടിയല്ലോടാ. നോക്കണേ, നല്ല ഇറങ്ങണേ. ഭയങ്കര ഇന്നല്ലേ. അത് ഇങ്ങോട്ടല്ലേ വായി വെക്കുന്നേ? കോടലിയാ? അതിന് കിട്ടുമോ നമുക്ക്? കിട്ടുമോ? അതിന് പടിയെടുക്കാൻ പറ്റും. നമുക്കെല്ലാം അടി നിരത്തനാക്കാം. അതേ പറ്റും. പടിക്ക് പോലെ എടുക്കാം അല്ലേ? പടി മരത്തിനെടുക്കാം നമുക്ക്. കൊത്തിക്കോ. ബംഗണ അത് പഠിക്കോത്താല്ലേ? അത് മതിയാവില്ലേ? നേരെ സ്ട്രൈറ്റ് തന്നെയല്ലേ? അത് നേരെ പോയിട്ടുണ്ടല്ലേ? മഹാണി നല്ല പഠിക്കാൻ നല്ലതാണല്ലേ? രാമേഷേട്ടാ, പടിയല്ലായില്ലേ? നമുക്ക് തൂണും പടിയല്ലായില്ലേ? ഇനി കുയ്യ് കുത്തണം വേം. $2 മീറ്റർ കുറച്ച് അങ്ങോട്ട് പിടിക്കാം. ആ കവിങ്ങിന് കൊച്ചങ്ങോട്ട്. അതേ കളവ് രൂപം കൊണ്ട് നോക്കുക ഒറ്റയ്ക്ക്.
പോരെ? ആ അത് മതി. ആ നീ അത് കുത്തിക്കോട്ടാ. ആ ഞാൻ രാമകൃഷ്ണട്ട് ഞാനും കൂടിയിട്ട് അതെല്ലാം മുറിക്കാം. അളവ് പിടിച്ചിട്ട് മുറിക്കാം. ആ അത്ര മുക്കാലത്തെ അത് തേച്ചെടുത്തോ. ആ കമ്പിയിലെ താഴ്ച അത് മുക്കാക്കോലെ തന്നെ തേച്ചേക്കും. എന്നാലും ഉറപ്പിട്ടുണ്ടേ ആട് നിൽക്കുന്നല്ലേ. സുരേഷ് ചേട്ടാ കുറ്റിത്തൂണലായോ? ഇത് ലാസ്റ്റ് അല്ലേ കുറ്റിത്തൂണ്? അതെയാ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തൂണ് ഉറപ്പിച്ചു. ഇനി എല്ലാ തൂണും ഉറപ്പിച്ചാൽ അടുത്ത പണി. കൂടിൻ്റെ പണി ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിഴങ്ങ് കീറി നമ്മൾ ഭാര്യയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആട്ടിൻകൂടിന് ഭാര്യ എടുക്കാൻ തുടങ്ങി. ആയാ ഇത് തികയിലെടുത്ത് തികയുന്ന പോലെ. അങ്ങനെ ആട്ടിൻകൂടിൻ്റെ പണി ഭാര്യ അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കൗക്കോല് കയറ്റില്ലാത്ത പണി. 4 കൗക്കോലിടുന്നല്ലോ. 4 കൗക്കോലിടുന്നല്ലോ. അങ്ങനെ ആട്ടിൻകൂടിൻ്റെ പണി എത്ര എത്തി. ഷീറ്റും കൂടി ഇട്ടാൽ നമ്മൾ പണി കഴിഞ്ഞു അല്ലേ. നെറ്റിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടു. ഇനിയിപ്പം ആ സൈഡ് ചെറുക്കാനുണ്ട്. ചെറുക്കുന്ന പണി കഴിഞ്ഞ് ഇപ്പം നടക്കുന്നത്. ഇപ്പം നെറ്റ് കെട്ടാൻ വേണ്ടി ഞങ്ങൾ സൈഡ് ചെറുക്കുകയാണ്. ചെറുത്ത് കഴിഞ്ഞാൽ നെറ്റ് കിട്ടും. ആട്ടും കൂടി മറക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റാണ് ഞങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ നെറ്റ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആട്ടിൻകൂടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇന്ന് കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പും കൂടി കൊടുത്താൽ പണി പൂർത്തിയായി. ആ സ്റ്റെപ്പ് നമുക്ക് ഇട്ട് വെക്കാം. അങ്ങനെ സ്റ്റെപ്പിൻ്റെ പണിയും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആട്ടിൻകൂടിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. എല്ലാ പണിയും നോക്കി. അപ്പോൾ ആട്ടിനെ എൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ.